കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷം ഫുട്ടേജുകൾ വലിച്ചിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഔട്ട് ഇറക്കുന്നത് പഠിച്ചു. ഇനി നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് നമുക്കിപ്പം ഒരു വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ എഡിറ്റർ അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ആണെങ്കിൽ കഥ, തിരക്കഥ, അതല്ലെങ്കിൽ അങ്ങനെ മറ്റ് പല കാര്യങ്ങളും നമുക്ക് ടൈറ്റിലായിട്ട് എഴുതേണ്ടി വരും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ടൈറ്റിൽസിനെ കുറിച്ചാണ്. ഏതൊരു വീഡിയോ ചെയ്യുമ്പോഴും ടൈറ്റിൽ അതിൻ്റെ പ്രധാന ഘടകമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടൈറ്റിൽ ചെയ്യാം. ടൈറ്റിൽ ചെയ്യുന്നതിന് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ മുകളിൽ ഈ ഓപ്ഷനുകളിൽ ഇവിടെ ടൈറ്റിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ടൈറ്റിൽ എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് വരിക. അതിനുശേഷം ഡിഫോൾട്ട് ടൈറ്റിൽ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനൊരു വിൻഡോ ഓപ്പണായി വരും. ഈ വിൻഡോയിൽ നമ്മൾ ഓക്കെ ചെയ്യുക. ഓക്കെ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പണായി വരുന്നതാണ്. ഇനി ഇവിടെ നമുക്ക് ഒരുപാട് ടൂൾസുകളൊക്കെ കാണാം. ഈ ടൂള് ഒന്നാമത്തെ ടൂള് സെലക്ഷൻ ടൂൾ എന്ന് പറയും. നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിന് വേണ്ടി സെലക്ട് ചെയ്യുന്ന ടൂളാണ്. ഇത് റൊട്ടേഷൻ ടൂളാണ്. ഇവിടെ ഈ മൗസ് പോയിൻ്റ് നമ്മൾ അവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ ഓരോ ടൂളിൻ്റെ പേരുകൾ നമുക്കിങ്ങനെ കാണാൻ കഴിയും. ടൈപ്പിംഗ് ടൂള്, വെർട്ടിക്കൽ ടൈപ്പിംഗ് ടൂള്, അതായത് താഴോട്ട് ഇങ്ങനെ നമുക്ക് ടൂൾ ടൈപ്പ് ചെയ്യാൻ പറ്റും. താഴോട്ട് നമുക്കിങ്ങനെ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇത് പാത്ത് ടൈപ്പാണ്. നമുക്കൊരു പാത്തിലൂടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വിടാൻ പറ്റും. അങ്ങനെ ഏത് രീതിയിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അത് നിങ്ങൾ ഓരോന്നും എടുത്തിട്ട് ടൈപ്പ് ചെയ്ത് പരീക്ഷിച്ച് നോക്കുക. ടൈപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പം നമുക്ക് അറിയാൻ പറ്റും. നമ്മളിപ്പം ഒരു ജസ്റ്റ് ഒരു ടൈറ്റിൽ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ താഴെ നമുക്ക് കാണാം കുറേ ലെറ്റേഴ്സിൻ്റെ പല മോഡൽസ് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഓരോ ലെറ്റേഴ്സ് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മോഡലിൽ തന്നെ നമുക്ക് ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാനൊരു ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. നേരെ ആയിട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ അടിക്കുന്നത് ടിപ്സ് പള്ളിക്കൂടം എന്ന് നമ്മൾ അടിക്കാൻ പോവുകയാണ്. ടിപ്സ് പള്ളിക്കൂടം എന്ന് അടിച്ചു കഴിഞ്ഞു. ഇവിടെ നമ്മൾ ലെറ്റേഴ്സ് എടുത്തു കഴിയുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ എനേബിൾ ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. ഉണ്ടോ, ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. ഇതിൽ ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കാം. അതായത് നമുക്ക് എന്തെങ്കിലും വാട്ടർ മാർക്കൊക്കെ ഇടണമെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒപ്പാസിറ്റി കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ വാട്ടർ മാർക്ക് നമുക്ക് ഇടാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ പൊസിഷൻ ഓരോ നമുക്ക് XY പൊസിഷൻ നമുക്ക് മാറ്റാൻ പറ്റും. ഹൈറ്റ്, അതുപോലുള്ള കാര്യങ്ങൾ, റൊട്ടേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ ഫോർമാറ്റ്, നമ്മുടെ ഫോണ്ടിൻ്റെ ഫോർമാറ്റ് ഏതാണ് വേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതുണ്ടോ, നമ്മളിപ്പോൾ ഫോർമാറ്റ് മാറിക്കഴിഞ്ഞു. ഇനി അത് നമുക്ക് ബോൾഡാക്കി, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം. അതിനായിട്ട് നമുക്ക് ഫോണ്ട് സൈസ് നമുക്ക് കൂട്ടാം. ഇവിടെ ഫോണ്ട് സൈസ് കൂട്ടി കൊടുക്കാം, കുറച്ച് കൊടുക്കാം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഫോണ്ടിൻ്റെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ താഴെ ഇതുപോലൊരു വര വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അണ്ടർലൈൻ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കളർ മാറ്റി കൊടുക്കാം. കണ്ടോ, അപ്പോൾ നമുക്ക് ഒരു ചുവപ്പ് കൊടുക്കാം, റെഡ് കൊടുത്തു. ഓക്കെ, അവിടെ ഒരു റെഡ് വന്നു കഴിഞ്ഞു. പക്ഷെ നമുക്കിപ്പം ബ്ലാക്കിൽ വരുമ്പോൾ ഒരിക്കലും റെഡ് നമുക്ക് ഇതാവില്ല. നമുക്ക് അതിന് ഒരു യെല്ലോ കൊടുക്കാം. ഓക്കെ, യെസ്, യെല്ലോ കൊടുത്തു. കണ്ടോ, ഇത് നമ്മൾ ഈ ടെക്സ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ ഇതുപോലൊരു ഓപ്ഷൻ വരത്തില്ല. ഇവിടെ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇതുപോലുള്ള ഓപ്ഷൻ വരത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്കിവിടെ ഷാഡോസ് കൊടുക്കാൻ പറ്റും. ഷാഡോസ് ഇപ്പോൾ ഇവിടെ ബ്ലാക്ക് ആയതുകൊണ്ടാണ് ഷാഡോ വരാത്തത്. ഷാഡോ കാണാത്ത ഷാഡോ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് എനേബിൾ ആക്കി കൊടുക്കാൻ പറ്റും. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വേണ്ട, നമുക്ക് വീഡിയോയിൽ വേണ്ട, അല്ലാതെ തന്നെ കാണണമെങ്കിൽ അങ്ങനെ എനേബിൾ ആക്കി കൊടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ഇവിടെ അതുപോലെ ഓപ്ഷൻ ഉണ്ട്. ഇതുണ്ട്, നമ്മൾക്ക് ബോൾഡ് ആക്കാം. ഇതുപോലെ വേണമെങ്കിൽ ചെരിച്ചിട്ടാക്കാം. അതുപോലെ തന്നെ നമുക്കിവിടെ നമ്മുടെ ഇതിൻ്റെ ഫോണ്ടിൻ്റെ സൈസ് കുറച്ച് കൊടുക്കാം. ഇതിൻ്റെ ലെങ്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ചെയ്യാം. നമുക്ക് സെൻറ്ററിൽ വരെ ഇതൊക്കെ നമുക്ക് പവർ പോയിന്റിലൊക്കെ ചെയ്യുന്ന അതേ മോഡൽ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റിൽ ടൈറ്റിൽ എന്ന് പറയുന്നത്. ഈ ടൈറ്റിലിനെ നമ്മൾ ഇവിടുന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബിന്നിൽ വന്ന് ഈ ടൈറ്റിൽ കിടക്കുന്ന കാണാം. ഈ ടൈറ്റിലിനെ നമ്മൾ ഡ്രാഗ് ചെയ്ത് നമ്മുടെ വീഡിയോയുടെ മുകളിൽ കൊണ്ടിടുക. ഓക്കെ, കണ്ടോ, അവിടെ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു
ട്രാൻസാക്ഷനും കൂടി എടുത്തതിന് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻ ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ട്രാൻസാക്ഷനിൽ ക്രോസ് ഡിസോൾവ് ഞാൻ കൊടുക്കാം. പല ട്രാൻസാക്ഷൻ ഉണ്ട്. ഓക്കെ, ക്രോസ് ഡിസോൾവ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചതാണ്. ഇപ്പോൾ നമുക്കൊരു സ്ലൈഡ് കൊടുത്തു നോക്കാം. സ്ലൈഡ് പുഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രാൻസാക്ഷൻ കൊടുക്കുകയാണ്. ഇപ്പോൾ ടൈറ്റിൽ വരുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ വരും. ഇനി എൻഡിങ് ടൈമിൽ ഇതുപോലെ നമുക്ക് ഒരുപാട് മാറ്ററുകൾ നമുക്ക് ഇതുപോലെ ഒരു ടൈറ്റിൽ ഉൾപ്പെടുത്തേണ്ടി വരും. അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതി നമുക്ക് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമുക്ക് ചില സിനിമകളിലൊക്കെ കാണാൻ പറ്റും, ഇങ്ങനെ മുകളിലോട്ട് ട്രാഗ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ഈ ബോട്ടം വഴി ഇങ്ങനെ ട്രോൾ ചെയ്ത് പോവുക, അങ്ങനെയുള്ള ടൈറ്റിൽസ് നമുക്ക് കാണാൻ പറ്റും. ആ ടൈറ്റിൽസ് നമ്മളങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതേ ടൈറ്റിൽ തന്നെ സ്റ്റിൽ ടൈറ്റിൽ എടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ കുറേ എഴുതുക എന്ന് വിചാരിക്കാം. അതിന് ഞാൻ ഇങ്ങനെ വെറുതെ ടൈപ്പ് ചെയ്യുകയാണ്. ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ ഒരു ഐക്കൺ കണ്ടോ, റോള് ക്രോ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനാണിത്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇതിൽ നമുക്ക് ഏത് മോഡലാണ് നമുക്ക് ടൈറ്റിൽ പോകേണ്ടത് എന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. റോൾ മോഡലാണോ, അതായത് മുകളിലോട്ട് ഇങ്ങനെ കയറി പോകുന്ന റോൾ മോഡലാണോ, താഴെ ബോട്ടം വഴി പോകേണ്ട ടൈറ്റിലാണോ, ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് എങ്ങനെയാണ് പോകേണ്ടത്, ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ റോൾ മോഡലായിട്ടുള്ള ടൈറ്റിൽ സെറ്റ് ചെയ്യാണ്. ഓക്കെ കൊടുത്തു. എന്നിട്ട് നമ്മൾ ക്ലോസ് ചെയ്തതിന് ശേഷം അങ്ങനെ റോൾ മോഡൽ പോകുന്ന ടൈറ്റിലിന് നമുക്ക് ഒരിക്കലും ട്രാൻസാക്ഷൻ ഇടേണ്ട ആവശ്യം വരുന്നില്ല. യെസ്, അപ്പോൾ നമ്മൾ ടൈറ്റിൽ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ടൈറ്റിൽ എങ്ങനെ വർക്ക് ആവുന്നു നമുക്ക് നോക്കാം. കണ്ടോ, നമുക്ക് ഇതുപോലെ ടൈറ്റിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇനി ബോട്ടം വഴി ട്രോൾ ചെയ്യുന്ന ടൈറ്റിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ താഴോട്ട് ടൈപ്പ് ചെയ്തിടാൻ പാടില്ല, ഇങ്ങനെ സൈഡിലോട്ട് തന്നെ ടൈപ്പ് ചെയ്യണം. അതിന് ഞാൻ ഈ ടൈറ്റിൽ ഞാൻ ഡിലീറ്റ് ആക്കുകയാണ്. ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നു. അവിടെ ഇതിട്ട് വെറുതെ ടൈപ്പ് ചെയ്യുകയാണ്, മറ്റൊന്നും വിചാരിക്കരുത്. ഒത്തിരി ടൈപ്പ് ചെയ്യാനുള്ള പാടുകൊണ്ടാണ്. ഇങ്ങനെ ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും റോൾ ക്രോ ഓപ്ഷൻ എടുക്കുന്നു. അതിനുശേഷം നമ്മൾ ക്രോ ലെഫ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ടൈം കൊടുക്കാനാണ്, അതായത് എപ്പോഴാണ് എൻഡിങ് വരേണ്ടത്, എപ്പോഴാണ് സ്റ്റാർട്ടിങ് വരേണ്ടതെന്നൊക്കെ ഉള്ള അതൊക്കെ നമ്മൾ ഓഫാക്കി കൊടുത്തേക്കുക. എന്നിട്ട് ഓക്കെ കൊടുത്തേക്കുക. എന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്തതിന് ശേഷം ഇതുണ്ട്, ഇപ്പോൾ നമ്മൾ ആ ടൈറ്റിൽ ഇവിടെ ഉണ്ട്, നമുക്ക് നോക്കാം. അത് സ്പീഡിൽ പോകുന്നുണ്ട്. നമുക്ക് അതിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ നമ്മുടെ ടൈറ്റിലിൻ്റെ ലെങ്ത്ത് കൂട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് ടൈറ്റിൽ സെറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ചില ട്രിക്കുകൾ ഇനി അടുത്തുള്ള വീഡിയോകളിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കാരണം ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മെസ്സേജായിട്ട് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമ്മൾ മറ്റൊരു സോഫ്റ്റ്വെയറാണ് കൈകാര്യം ചെയ്യുന്നത്, എഡ്യൂസ് എന്ന് പറഞ്ഞാൽ. അത് ഇതുപോലുള്ളൊരു സോഫ്റ്റ്വെയറാണ്. നമ്മുടെ എഡിറ്റിങ്ങിൽ പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ്വെയറും കൂടിയാണ് എഡ്യൂസ്. നല്ല ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സോഫ്റ്റ്വെയറും കൂടിയാണ് എഡ്യൂസ്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പ്രീമിയറിൻ്റെ പല ട്രിക്കുകൾ പഠിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ബേസിക്കായിട്ട് എഡ്യൂസും പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.